ദൈവനാമം മാറ്റപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ നമുക്ക് പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൻ്റെ മുമ്പിലിരുന്ന് ഭിക്ഷ യാചിക്കുന്ന ഒരു മുടന്തനെ സൗഖ്യമാക്കുന്നത് കാണുവാൻ സാധിക്കും. ആ മുടന്തൻ സൗഖ്യമാകുമ്പോൾ അവിടെയുണ്ടായിരുന്ന പുരുഷാരം അതിശയിച്ചു. അപ്പോൾ പത്രോസ് അവരോട് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് അതിശയിക്കുന്നത്? ഈ മനുഷ്യന് സൗഖ്യം വന്നത് നിങ്ങൾ ക്രൂശിച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. നിങ്ങളും നിങ്ങളുടെ പ്രഭുക്കന്മാരും അറിവില്ലായ്മ കൊണ്ടാണ് യേശു കർത്താവിനെ ക്രൂശിച്ചത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുവാനുള്ളത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾ മോചിച്ച് കിട്ടും എന്നും യേശു കർത്താവ് വീണ്ടും വരും എന്നുമാണ് പറയുന്നത്. നമ്മളാണെങ്കിൽ നമ്മുടെ പാപങ്ങൾ മോചിച്ച് കിട്ടണമെങ്കിൽ നാം മാനസാന്തരപ്പെട്ട് യേശു കർത്താവിലേക്ക് തിരിയണം. കാരണം യേശു കർത്താവ് വീണ്ടും വരും. 1 തെസ്സലോനിക്കർ 4:16 നമുക്ക് യേശു കർത്താവ് വീണ്ടും വരും എന്നത് കാണുവാൻ സാധിക്കും. യേശു കർത്താവ് തൻ്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളനാദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ആ സമയത്ത് കർത്താവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. കർത്താവിൽ മരിച്ചവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്താവിൽ ജീവിച്ചവർക്ക് മാത്രമേ കർത്താവിൽ മരിക്കുവാൻ സാധിക്കുകയുള്ളൂ. യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശു കർത്താവിന് വേണ്ടി ജീവിച്ചവരാണ് കർത്താവിൽ ജീവിച്ച് കർത്താവിൽ മരിച്ചവർ. അതിനുശേഷം അവിടെ ശേഷിക്കുന്നവർ, അതായത് അന്ന് ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ജീവിച്ചവർ സ്വർഗത്തിലേക്ക് മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നും കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് മരിച്ചവർക്ക് എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയുടെ അടിസ്ഥാനത്തിൽ ധനവാൻ യാതനാ സ്ഥലത്തേക്ക് പോയി. ധനവാൻ കർത്താവിലല്ല ജീവിച്ചത്. ധനവാൻ തനിക്കിഷ്ടമുള്ള രീതിയിൽ ജീവിച്ചു. ധനവാൻ യാതനാ സ്ഥലത്ത് പോയി. അതേസമയം ലാസർ ആണെങ്കിലോ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോയി. യേശു കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട ആ കള്ളനോട് യേശു കർത്താവ് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും എന്ന്. അപ്പോൾ പർദീസ എന്ന് പറഞ്ഞാൽ വിശ്രമ സ്ഥലമാണ്. ഒന്നുകിൽ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പ്രതിഫലം വാങ്ങിക്കുവാൻ വേണ്ടി വിശ്രമ സ്ഥലത്തായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നിത്യമരണത്തിലേക്ക് പോകുവാൻ വേണ്ടി യാതനാ സ്ഥലത്തായിരിക്കും. വെളിപ്പാട് പുസ്തകം 20:6 ഒന്നാമത്തെ പുനരുത്ഥാനം പ്രാപിച്ചവരെ കുറിച്ച് പറയുന്നു. ഒന്നാമത്തെ പുനരുത്ഥാനം പ്രാപിച്ചവർ ഭാഗ്യവാന്മാരാണ് എന്നും അവർ വിശുദ്ധരാണ് എന്നും അവർക്ക് രണ്ടാം മരണം അവർക്കില്ല എന്നും പറയുന്നു. അതേസമയം യാതന സ്ഥലത്തായിരിക്കുന്നവരെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 20:15 പറയുന്നു, ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. തീപ്പൊയ്ക എന്നാൽ നിത്യമരണത്തിലേക്ക് അവർ പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾ നിത്യജീവനെ ആഗ്രഹിക്കുന്നു, നിങ്ങൾ കർത്താവിനോടൊപ്പം താമസിക്കുവാനും സ്വർഗത്തിലേക്ക് പോകുവാനും ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് യേശു കർത്താവിന് വേണ്ടി ജീവിക്കണം. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, യേശുവപ്പ സ്തോത്രം, ഹല്ലേലൂയ. യേശുവപ്പ അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാനും അങ്ങയുടെ ഇഷ്ടത്തിന് ജീവിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ആമേൻ.